തൃശൂർ മണലൂരിൽ കൃഷി ആവശ്യത്തിനായി നിർമ്മിച്ച താൽക്കാലിക ബണ്ട് തകർന്നു. പാടൂർ ഇടിയഞ്ചിറയിൽ റെഗുലേറ്റർ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനിടെയാണ് ബണ്ട് തകർന്നത്. മഴയ്ക്ക് മുൻപായി നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നതിനിടെ ബണ്ട് തകർന്നത് പ്രദേശത്തെ കർഷകരെയും നാട്ടുകാരെയും ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. കോൾപ്പാടങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കുന്നതിനായി സ്ഥാപിച്ച താൽക്കാലിക വളയം ബണ്ടാണ് വേലിയേറ്റത്തിൽ തകർന്നത്. പാടൂർ ഇടിയഞ്ചിറ റെഗുലേറ്ററിന് സമീപം സ്ഥാപിച്ച ബണ്ട് 20 മീറ്ററോളം നീളത്തിലാണ് ഒലിച്ചുപോയത്. ഇതോടെ റെഗുലേറ്റർ നവീകരണത്തിനായി എത്തിച്ച JCB അടക്കമുള്ള വാഹനങ്ങളും വെള്ളത്തിനടിയിലായി. ആദ്യമേ അതിന് മുന്നേ പൊട്ടിയ സ്ഥലത്ത് ആദ്യമേ ഒരു പൊട്ടിയിട്ടുണ്ട്. അതിന്റെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. ആദ്യമേ ഒരു പൊട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അപ്പോൾ അവർ സൂചന ആദ്യം അവർക്ക് കിട്ടിയുള്ളതാണ്. അപ്പോൾ ഈ വെള്ളം പറ്റിയ നിലയ്ക്ക് ഇത്രയും വെള്ളം പുറത്ത് പടിഞ്ഞാറ് ഭാഗത്ത് ലോഡാകുമ്പോൾ അവർക്ക് ഈ സൈഡ് കൂടെ ഒരു കെട്ട് കെട്ടിയിട്ട് ഈ ഒരു പിള്ളക്കെട്ട് സപ്പോർട്ട് കെട്ടിയിട്ട് ഇതിലുള്ള മണ്ണ് തന്നെ കയറ്റിയിട്ടാണ് ഇത് സംഭവിച്ചിരുന്നില്ല. അങ്ങനൊരു ഫോൾട്ട് അവർക്ക് പറ്റിയിട്ടുണ്ട്. ഇത്രയും പൈസകളും ചെലവഴിച്ച് ഇവിടെ ആഴം കൂട്ടി വെള്ളം വറ്റിച്ച് ആഴം കൂട്ടി ഉണ്ടാക്കിയ ഈ സംവിധാനം ഒക്കെ താറുമാറായിരിക്കണം. ഇതുവരെ എടുത്ത വർക്കുകൾ ഒക്കെ ഇനി രണ്ടാമത് ആദ്യം നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഇത്തരം വെള്ളത്തിനെ സ്ട്രോങ് ആക്കി സാധാരണ തടുക്കുന്ന നിലയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ അതിൻ്റെ ഇത് വെച്ച് നല്ല ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടതായിരുന്നു. അത് ചെയ്യാത്തതാണ് ഈ സംഭവിക്കാനുള്ള കാരണം. വാഴാനി ഡാമിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളവും മഴക്കാലത്തെ വെള്ളക്കെട്ടും നിയന്ത്രിക്കുന്നതിനാണ് ഇടിയഞ്ചിറ റെഗുലേറ്റർ സ്ഥാപിച്ചത്. എന്നാൽ റെഗുലേറ്ററിന് കേടുപാട് സംഭവിച്ചതോടെയാണ് താൽക്കാലിക വളയം ബണ്ട് നിർമ്മിച്ചത്. ബണ്ട് തകർന്നെങ്കിലും പ്രദേശത്ത് കാര്യമായ കൃഷിനാശം ഉണ്ടായിട്ടില്ല. എന്നാൽ വേനൽ മഴ മുന്നറിയിപ്പ് വന്നതിന് പിന്നാലെ ബണ്ട് തകർന്നത് മേഖലയിലെ കർഷകർക്കാകെ ആശങ്കയുണ്ടാക്കുകയാണ്. അടിയന്തരമായിട്ട് അത് പുനർനിർമ്മിച്ച് പണി തുടങ്ങാൻ ഇവർ തുടങ്ങും. എപ്പോഴും ഈ പണി അവസാനിപ്പിച്ച് എന്നുള്ളതാണ് കരാറുകാരും ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉറപ്പ് വന്നിട്ടുണ്ട്. അത് നടപ്പാവുന്നതിനെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് അടിയന്തരമായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനം ഉദ്യോഗസ്ഥന്മാർക്ക് കൂടെ എത്തും. അവരെ ഇടപെട്ടുകൊണ്ട് പരിപാടി നേടും. കർഷകർ ഭയപ്പെടേണ്ട യാതൊരു സാഹചര്യമില്ല. റെഗുലേറ്റർ നവീകരണത്തിന്റെ ഭാഗമായി 10 കോടിയിലേറെ രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നിലവിൽ നടക്കുന്നത്. എന്നാൽ ഇതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടെ ഉണ്ടായ നാശനഷ്ടം കർഷകർക്കും നാട്ടുകാർക്കും കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഈ സാഹചര്യത്തിൽ വളയം ബണ്ട് വീണ്ടും ബലപ്പെടുത്തി എത്രയും വേഗം റെഗുലേറ്റർ നവീകരണം പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് മലയാളം, തൃശൂർ.